പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് വിഭാവരി എന്നാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. വിഭാവരി. പ്രേതത്തിൻ്റെ ദേഹപരിശോധന നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഞാനായതുകൊണ്ടായിരിക്കാം പോലീസുകാർ മൃതദേഹം കാണാൻ അനുവാദം തന്നത്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടാക്കി ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരനോട് ഞാൻ പറഞ്ഞു, ഒന്ന് മൂടിയിടാൻ പറയൂ. ഓ എന്ന ക്ഷമാപണ ശബ്ദം പതിയെ പുറപ്പെടുവിച്ച ശേഷം പോലീസുകാരൻ പ്രേത പരിശോധന നടത്തുന്നവർക്കരികിലേക്ക് പോയി ശബ്ദം താഴ്ത്തി എന്തോ പറഞ്ഞിട്ട് എന്നോട് വരാൻ ആംഗ്യം കാണിച്ചു. ദീർഘമായി അകത്തേക്കൊന്ന് ശ്വാസമെടുത്ത ശേഷം ഞാൻ മൃതദേഹത്തിനടുത്തേക്ക് ചെന്നു. കാലത്ത് 6:45 ഭിത്തിയെ മുട്ടി ഉരുമി നിന്ന ചുവന്ന അരളിച്ചെടിയുടെ കീഴേ നിന്ന് എനിക്ക് പ്രഭാതവന്ദനം നൽകിയ പെൺകുട്ടി ഇപ്പോൾ 8 മണിക്കൂറിനു ശേഷം ഉച്ചമയക്കത്തിൻ്റെ ചെറിയ കൂർക്കം വലിയെ മുറിച്ചുകൊണ്ട് തുടരെ ഉണ്ടായ 3-4 മുട്ടിനു പിന്നാലെ എനിക്ക് എഴുന്നേറ്റ് പോയി കതക് തുറക്കേണ്ടി വന്ന മരണവാർത്തയായി വെറും നിലത്ത് കിടക്കുന്നു. മാറിനെയും അരക്കെട്ടിനെയും കഷ്ടിച്ച് കാലുകളെയും മറയ്ക്കുന്ന അതീവ മൃദുലമായ ഒരു വെള്ളത്തുണിയുടെ കീഴെയായിരുന്നു അവളുടെ കിടപ്പ്. ഇടത്തെ കണ്ണ് അല്പം തുറന്നിട്ടുണ്ട്. കീഴ്ത്താടിക്കരികെ ഇരുവശങ്ങളിലുമായി 4 ഇഞ്ച് നീളം വന്നേക്കാവുന്ന നീല കലർന്ന 3-4 ചതഞ്ഞ ചുവപ്പ് വരകൾ. മിനുത്ത മുടി ചിതറി വീണു മറയ്ക്കുന്നത് കൊണ്ട് എനിക്ക് പിൻകഴുത്ത് കാണാനാവുമായിരുന്നില്ല. അവിടെയും അതേപോലുള്ള ക്ഷതങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. ചുണ്ടുകൾ വെളുപ്പു പടർന്നു തുടങ്ങിയ നിറത്തോടെ അല്പം ബലം പിടിച്ചെന്നവണ്ണം കാണപ്പെട്ടു. ബാക്കി വദനഭാഗത്തിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. എന്നുവെച്ചാൽ ആ ചതഞ്ഞതും വലിഞ്ഞതുമായ പാടുകളുടെ മുറുക്കം മാറ്റി നിർത്തിയാൽ മുഖത്ത് അല്പം വെള്ളമൊഴിച്ച് എഴുന്നേൽപ്പിക്കാൻ ആവുന്നതേ ഉള്ളൂ എന്ന മട്ടിലാണ് അവളുടെ കിടപ്പ്. ഞാൻ മുറിയിലാകമാനം ശ്രദ്ധിച്ചു. 3 പോലീസുകാരും SIയും മാത്രം. 2 പേർ വനിതാ പോലീസാണ്. മരിച്ച പെൺകുട്ടിയുടേതാവണം. പച്ച നിറമുള്ള കനം കുറഞ്ഞ വള്ളിച്ചെരിപ്പുകൾ. ഒന്ന് കട്ടിലിനടിയിലേക്ക് നിരങ്ങിയും മറ്റൊന്ന് തൂങ്ങാൻ ചവിട്ടിക്കയറിയ കമ്പ്യൂട്ടർ സ്റ്റാൻഡിന് അരികെയായും കിടപ്പുണ്ട്. അവൾ മരിക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാവണം പ്രേത പരിശോധനയ്ക്കായി അഴിച്ചു മാറ്റിയത്. വനിതാ പോലീസുകാരിൽ ഒരാൾ മടക്കിയെടുക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഞാൻ മുകളിലേക്ക് നോക്കിയത്. മുകളിലായി ഏതാണ്ട് 3 മണിക്കൂറിനും 5 മണിക്കൂറിനും ഇടയിലായി അവൾ തൂങ്ങി മരിച്ച പങ്ക അപ്പോഴും നിശ്ചലമായി നിൽക്കുന്നു. അതിൽ നിന്നും അഴിച്ചു മാറ്റാത്ത പുതിയതെന്ന് തോന്നിപ്പിക്കുന്ന ചുരിദാർ ഷാളിൻ്റെ കുടുക്ക്. താങ്കൾക്ക് ഇവളെ മനസ്സിലായല്ലോ അല്ലേ? ഇവിടുത്തെ താമസക്കാരി തന്നെയല്ലേ? SI ഒരു ഉറപ്പിനു വേണ്ടിയാവണം എന്നോട് ചോദിച്ചത്. ഞാൻ അതെ എന്നുത്തരം പറഞ്ഞു. ഈ കുട്ടിയുടെ പേര്? അതും ഒരു ഉറപ്പിനു വേണ്ടി ചോദിച്ചതാവണം. ഇതിനകം അറിയേണ്ടതെല്ലാം SI അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ചോദ്യത്തിന് ഉത്തരമായി ഞാൻ അവളുടെ പേര് പറഞ്ഞു, വിഭാവരി. എന്നിട്ട് പുറത്തേക്കു നടന്നു. എൻ്റെ മനസ്സിൽ അവൾ വേദനിച്ചു മരിച്ച നിമിഷങ്ങൾ മാത്രമാണ് കല്ലിച്ചു കിടന്നത്. എല്ലാവരെയും പോലെ ഞാനും ആ ചോദ്യം മനസ്സിൽ ആവർത്തിച്ചു. എന്തിനു വേണ്ടിയാവാം അവൾ വേർപെട്ടു പോയത്? പടികളിലൂടെ വേവലാതിയോടെയും ധൃതിയോടെയും മുകളിലേക്ക് കയറുന്നവരെ തടഞ്ഞ് ഞാൻ 7-ാം നിലയിൽ നിന്നും സാവകാശം 5-ാം നിലയിലെ എൻ്റെ വീട്ടിലേക്കെത്തി. എത്ര നേരം ശ്രമിച്ചിട്ടും ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഉത്തരം കിട്ടണമെന്ന ആഗ്രഹത്തെ ഞാൻ ഉപേക്ഷിച്ചു. എന്നിട്ടും ചോദ്യം മായാതെ മനസ്സിൽ അവശേഷിച്ചു. അവസാനം ചോദ്യത്തെ തന്നെ മായ്ക്കാനുള്ള ശ്രമമായി. അതും വിജയിക്കാതെ വന്നപ്പോൾ ഇന്നു കാലത്ത് 6:45 വരെ ഉണ്ടായിരുന്ന അവളുടെ ജീവിതത്തെപ്പറ്റി ഓർക്കാൻ തുടങ്ങി. അതായിരുന്നു എനിക്ക് എളുപ്പം. വെറും 14 മാസത്തെ കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതിയായിരുന്നു. 14 മാസത്തിനപ്പുറം അവൾ എന്തായിരുന്നുവെന്ന് ആർക്കറിയാം? ഇന്ന് കാലത്ത് 6:45 ശേഷമുള്ള അവളുടെ മനോനില എന്തായിരുന്നു എന്നും അതിനിടയിലുള്ള ചെറിയ കാലത്തെ എല്ലാ കാര്യങ്ങളിലും പോയിട്ട് അവളെ സംബന്ധിച്ച ദൈനംദിന കാര്യങ്ങൾ വരെ എനിക്ക് അറിയുമായിരുന്നില്ല. കുറച്ചൊക്കെ അനുമാനിക്കാനും ബാക്കി കേട്ടറിയാനുമായത് 14 മാസത്തിനിടയിലെ അപൂർവം ചില ഒഴിവു ദിവസങ്ങളും അസുഖ ദിവസങ്ങളും ഒഴിച്ച് പുലരികളിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ മുഖാമുഖങ്ങളിൽ മാത്രമാണ്.
അതിനിടയിലൂടെയാണ് മഞ്ഞുകാലവും മഴക്കാലവും ഗ്രീഷ്മവും വസന്തവും കടന്നുപോയതും. നടക്കാനിറങ്ങുന്ന ഒരേ കെട്ടിടത്തിലെ 2 താമസക്കാരായി ഓരോ ഋതുവിലും ഞങ്ങൾ പരിചയപ്പെട്ടു. ആദ്യത്തെ കൂടിക്കാഴ്ച മഴക്കാലത്താണ് ഉണ്ടായത്. പതിവ് പോലെ 6:15 ഞാൻ താഴെ ഇറങ്ങി നിന്നു. അടഞ്ഞുകിടക്കുന്ന ഗേറ്റിനു മുകളിലൂടെ എനിക്ക് ഇവിടേക്കുള്ള പാതയും അതിനെ ഖണ്ഡിക്കുന്ന കുറച്ചകലെയുള്ള പ്രധാന പാതയും കാണാം. ഇങ്ങോട്ട് നടന്നു വരുന്ന ആളുകൾ കുറവാണ്, അതും ആ നേരത്ത്. എന്നാൽ പ്രധാന പാതയുടെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ 5 മണി മുതൽ അതിലൂടെ നടക്കുന്നവരുടെ തിരക്ക് ആരംഭിക്കുമെന്നതാണ്. വെറുതെ നടക്കാൻ പോകുന്നവർ മാത്രമല്ല, പലതരം ജോലികൾക്കായി തീവണ്ടി നിലയത്തിലേക്കും ബസ് നിർത്തുന്നിടത്തേക്കും ചലിക്കുന്നവരും കുറച്ചു മാറിയുള്ള ആശുപത്രിയിലേക്ക് എത്തുന്നവരുമായ ഏറെക്കുറെ സ്ഥലം പരിചയമില്ലാത്ത ഗ്രാമീണരും അവിടെ കാണും. അതീവ രാവിലെ താഴേക്കിറങ്ങി ഗേറ്റിന് മുകളിലൂടെ പ്രധാന പാതയിലേക്ക് നോക്കി ഞാൻ നിൽക്കും. ആദ്യം പാതയിൽ കാണുന്ന സ്ത്രീ ആരായിരിക്കുമെന്നാണ് ഞാൻ നോക്കിയിരുന്നത്. ഒന്നിനുമല്ല, ഒരു ദിവസം തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടുകൊണ്ടാകണമെന്ന് പണ്ട് മുതലേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം കാണുന്നത് പുരുഷനെ ആണെങ്കിൽ ആ നൈരാശ്യത്തോടെയാവും ഞാൻ നടക്കാൻ പോവുക. അതല്ല, ഏതെങ്കിലും സ്ത്രീയെയാണ് ആദ്യം കാണുന്നതെങ്കിൽ ചുണ്ടിലും കവിളുകളിലും താളം പിടിക്കുന്ന ഉല്ലാസത്തോടെയായിരിക്കും അന്ന് നടക്കാൻ പോവുക. അങ്ങനെ കാണുന്ന ആരുടെയും പേരോ ജോലിയോ വീടോ മറ്റു കാര്യങ്ങളോ എനിക്കറിയുമായിരുന്നില്ല, അറിയാൻ ആഗ്രഹിച്ചതുമില്ല. അവരൊക്കെ ഒരു ദിവസം തുടങ്ങാൻ എനിക്കുള്ള ഇന്ധനം മാത്രമായിരുന്നു. അതിൽ തന്നെ ചില സ്ത്രീകളെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അവരെയാണ് ആദ്യം കാണുന്നതെങ്കിൽ അന്നത്തെ ദിവസം പ്രധാനപ്പെട്ട യാതൊരു കാര്യവും പുതുതായി ആരംഭിക്കുകയില്ല. ആദ്യമായി വരുന്നവരോ നൂതനമായ ഏതെങ്കിലും സംരംഭവുമായി വരുന്നവരോ ആണെങ്കിൽ അവരെയും അടുപ്പിക്കുകയില്ല. വാസ്തവത്തിൽ ജീവിതത്തിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ഒരേ ഒരു അന്ധവിശ്വാസം ഇതുമാത്രമാണ്. അന്നത്തെ മഴ പ്രഭാതത്തിൽ ആരെയാവും നിവർത്തിപ്പിടിച്ച കുടയ്ക്കു കീഴിൽ ആദ്യമായി കാണാൻ പറ്റുക എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. ആദ്യത്തെ ആളെ കണ്ടിട്ടേ നടപ്പ് ആരംഭിക്കൂ എന്നത് ശീലമാണ്. എന്നാൽ എന്തുകൊണ്ടോ അന്ന് ആരും വന്നില്ല. 2-3 നിമിഷം കാത്തു നിന്നാൽ ഒരാളെങ്കിലും വരുന്നതാണ്. അങ്ങനെയുള്ള അക്ഷമ അവസാനിപ്പിച്ചിട്ട് ഒടുവിലെത്തുന്നത് ആ ദിവസം തന്നെ മുരടിപ്പിക്കുന്ന ഒരാളെ ആയിരിക്കുമോ എന്ന ഉത്കണ്ഠയോടെ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും പ്രഭാതവന്ദനം കേട്ടു. തുറന്നു പറഞ്ഞാൽ ആ നനുത്ത സ്വരം കേട്ട് ഞാനൊന്നു നടുങ്ങിപ്പോയി. അപ്രതീക്ഷിതം തന്നെയായിരുന്നു. ആ നേരത്ത് എനിക്ക് പിറകിലൊരു പെൺസ്വരം. ഞാൻ വേഗം കഴുത്തു തിരിച്ചു നോക്കി. ഓട്ടത്തിനുള്ള ഉടുപ്പിട്ട് പുറത്തേക്ക് വന്ന ഒരു പെൺകുട്ടിയെയാണ് കണ്ടത്. ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എനിക്കറിയില്ലാത്ത ആരോ ഒരാൾ. ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച. എന്നാലോ പ്രഭാതത്തിലെ പ്രഥമ മനുഷ്യദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരാൾക്ക് മുന്നിലെത്തിയ കൂട. ഞാൻ സന്തോഷത്തോടെ വന്ദനം മടക്കി. വേണമെങ്കിൽ ഇന്ത്യൻ വേരുകളുള്ള ഇംഗ്ലീഷുകാരിയെന്നോ NRI സന്താനമെന്നോ ഉത്തരേന്ത്യയിലോ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലോ ജീവിക്കുന്നവളെന്നോ ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന പെൺകുട്ടി. അത്തരക്കാരോട് ഇടപഴകുമ്പോൾ എനിക്ക് സ്ഥായിയായ മടിയും പിന്നോക്കം വലിയലും സ്വാഭാവികമാണ്. ആശയവിനിമയത്തിനുള്ള ഭാഷ സ്വായത്തമാണെങ്കിലും ഒരു പിൻവലിയൽ എന്നിൽ ഉണ്ടാകാറുണ്ട്. അതിനാൽ അതേപോലെ തന്നെ പ്രഭാതവന്ദനം മടക്കിയതല്ലാതെ ഞാൻ ഒന്നും തിരക്കിയില്ല. ചിരിച്ചു എന്ന് മാത്രം. ആ പെൺകുട്ടിയും അത്രമാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പുറത്തെ മഴയിലേക്ക് ഇറങ്ങി ഗേറ്റ് തുറന്ന് ഓടിപ്പോയി. അവളുടെ മഴ നനയാ വേഷവും തൊപ്പിയും പ്രസരിപ്പും എനിക്ക് വലിയ ഇഷ്ടമായി. ചുണ്ടിലും കവിളിലും താളം പിടിക്കുന്ന ഉന്മേഷത്തോടെ ഞാനും നടക്കാൻ പോയി. അന്നു പിന്നെ അവളെ കണ്ടതേയില്ല. എപ്പോൾ തിരിച്ചെത്തിയെന്നോ പിറ്റേന്നോ ഓടാൻ പോകുമോ എന്നും ആരോടും ആരാഞ്ഞതുമില്ല. പക്ഷെ അതേക്കുറിച്ച് തീർച്ചയായും ഞാൻ അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു. അത്രമാത്രം ശോഭ നിറഞ്ഞ ദിവസമായിരുന്നു എനിക്കത്. എൻ്റെ ജോലി സ്ഥലത്തേക്ക് സ്വകാര്യ തപാലുരുപ്പടിയായി ഒരു കൂടെ പൂക്കൾ കിട്ടിയതാണ് ആദ്യത്തെ സംഭവം. അതിലെനിക്കുള്ള ജന്മദിന ആശംസയും കുറിച്ചു വച്ചിരുന്നു. അയച്ചത് എൻ്റെ ഓർമ്മയിൽ പോലും വരാത്ത പഴയൊരു സഹപ്രവർത്തകനും. ആ വിസ്മയം തീരും മുമ്പേ അടുത്തത് എത്തി. കടം കൊടുത്തിട്ട് വളരെ നാളായി കിട്ടാതിരുന്ന പണം. ആ പണത്തിൽ നിന്നും അല്പമെടുത്ത് അന്ന് എൻ്റെ ജന്മദിനമാണെന്ന് ആരെയും അറിയിക്കാതെ ഓഫീസിലെ സഹപ്രവർത്തകർക്ക് മധുരം വാങ്ങിക്കൊടുത്തു. കിട്ടാതെ കിടന്ന പണം കിട്ടിയതിൻ്റെ സന്തോഷമാണെന്ന് പകരം പറയുകയും ചെയ്തു. അങ്ങനെ തികച്ചും
അസുലഭമായ തിളക്കത്തോടെ തുടങ്ങിയ ആ ദിവസം അവസാനിച്ചതാകട്ടെ എൻ്റെ ഭാര്യയ്ക്ക് കാലാവധി തികയും മുമ്പേ ഈ നഗരത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടും എന്ന ശുഭവാർത്തയോടെയും. അന്നു രാത്രി 5ാം നിലയിലെ ഫ്ലാറ്റിൽ പതിവ് പോലെ തനിച്ചിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ആരാണ് അവൾ? എന്താണ് അവളുടെ ഭാഷയും ദേശവും? ഇതൊരു സമ്മിശ്ര ജനജീവിതത്തിൻ്റെ നഗരമാണ്. 9ഓളം ഭാഷകൾ വ്യാപകമായും പരിമിതമായും പ്രചരിക്കുന്ന നഗരം. അനേകം പുതിയ പുതിയ ആളുകൾ ദിനം പ്രതി വന്നിറങ്ങുന്ന ഒരിടം. ആരും ആർക്കും പരിചിതരല്ല, അപരിചിതരും. ഒരാളെ കണ്ടിട്ട് കഷ്ടിച്ച് രാജ്യമോ ഭൂഖണ്ഡമോ കണ്ടുപിടിക്കാം എന്നല്ലാതെ സൂക്ഷ്മമായി ഏത് ദേശക്കാരനും ഏതു ഭാഷക്കാരനുമാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അന്നു രാത്രി നേമയെ വിളിക്കുമ്പോൾ കാലത്തു കണ്ട അത്ഭുതത്തെപ്പറ്റി മറക്കാതെ പറയുകയും ചെയ്തു. എന്നെപ്പോലെ ആശ്ചര്യഭരിതരായി പലതരം പ്രപഞ്ചസ്വരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവൾ അത് കേൾക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. ഏതൊരു സ്ത്രീയെയും പോലെ കേൾക്കുക മാത്രം. അവസാനം അവൾ പറഞ്ഞു, ഇനിയും കാണുകയാണെങ്കിൽ പേരും നാടും ചോദിക്കൂ. നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരിയായിരിക്കട്ടെ അവൾ. വിവാഹം കഴിയുന്നതിന് മുന്നേ തന്നെ ദിവസത്തിലെ ആദ്യത്തെ കാഴ്ച ഒരു സ്ത്രീയെ തന്നെ ആയിരിക്കണമെന്ന വാശി എനിക്കുണ്ടായിരുന്നു. ആദ്യം എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു കണി. ശൈത്യകാലത്ത് നടക്കാൻ പോയിട്ട് മുടി മുഴുവൻ ഹിമം പതിപ്പിച്ചു വന്ന യുവതിയെപ്പോലെയായിരുന്നു എൻ്റെ അമ്മമ്മ. കാഴ്ചയ്ക്ക് നന്നേ ചെറുപ്പം, വയസ്സ് 73. അമ്മമ്മയുടെ വേർപാടിനു ശേഷം അമ്മയെ കാണുന്നതായിരുന്നു എൻ്റെ ഇഷ്ടം. വിപരീതമായിരുന്നു അമ്മയുടെ പ്രകൃതം. വേനൽക്കാലത്തെ അടുപ്പിനരികിൽ നിന്നും വരുന്നത് പോലെയുള്ള ചുവന്ന മുഖം, കറുത്തിരുണ്ട നീണ്ട മുടി, ചെറുപ്പമാണെന്നോ പ്രായമേറിയതാണെന്നോ തിട്ടപ്പെടുത്താനേ കഴിയാത്ത രൂപവും ഭാവവും. എന്നാലും അമ്മയെ കാണുന്നത് എനിക്ക് സന്തോഷം തന്നെയായിരുന്നു. അമ്മയുള്ളപ്പോൾ തന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യ എത്തി. ഉള്ളംകാലുകൾ എപ്പോഴും വിയർക്കുന്ന സ്ത്രീയായിരുന്നു അവർ. അതുകാരണം നടക്കുന്ന അകമുറികളിലെല്ലാം കുഞ്ഞു ആൽപാദങ്ങൾ കാണാം. പതുക്കെയേ നടക്കൂ. ജ്യേഷ്ഠഭാര്യ വന്നതിനു ശേഷം അവരാണ് എന്നെ വിളിച്ചുണർത്തിയിരുന്നത്. അതിനൊക്കെ ശേഷം പുലരികളിൽ ഏറ്റവും ഇഷ്ടത്തോടെ ഞാൻ കണ്ടിട്ടുള്ളത് നേമയുടെ മുഖമാണ്. എൻ്റെ അരികിൽ ഉറങ്ങിക്കിടക്കുന്ന നേമയുടെ നേർമയുള്ള മുഖം. 5 വർഷത്തിനു ശേഷം ഉദ്യോഗ കയറ്റത്തോടും ശമ്പള വർധനവിനോടും കൂടിയ സ്ഥിരമായ സ്ഥലമാറ്റം ലഭിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ മാത്രമാണ് 3 വർഷമായിട്ട് ഞങ്ങൾ വിട്ടുനിൽക്കുന്നത്. നേമ ഇവിടേക്കു തന്നെ സ്ഥലം മാറി എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് സൗന്ദര്യവും സാവകാശവും നിറഞ്ഞ സാധാരണ സാമൂഹിക ജീവിതം ആരംഭിക്കാൻ. പിറ്റേന്ന് കാലത്തുണർന്ന ഞാൻ 6:15 താഴേക്കിറങ്ങി. പതിവ് പോലെ വരാന്തയിൽ നിന്നു. ഇത്തവണ നോക്കിയത് പുറത്തേക്കായിരുന്നുവെങ്കിലും ചെവി അകത്തുനിന്ന് വരാനിടയുള്ള കാൽപെരുമാറ്റത്തിലേക്കായിരുന്നു. മാത്രവുമല്ല, പുറത്തെ പാതയിലൂടെ ആരും വരരുതേ എന്ന് മനസ്സിലോർക്കാനും തുടങ്ങി. അല്പനേരം നിന്നിട്ട് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരനക്കവും കേൾക്കാതെ വന്നപ്പോൾ തിരിഞ്ഞ് പിന്നിലേക്കു തന്നെ ഞാൻ നോക്കി നിൽപ്പായി. അവിടെ നിന്നാൽ മുഷിഞ്ഞ ഗ്രാനൈറ്റ് പടികളും കുറച്ചപ്പുറത്തുള്ള ഉയരും മുറിയും കാണാം. ആരും അതിലൂടെ ഇറങ്ങി വന്നില്ല. പുറത്ത് മഴയും തുടങ്ങി. അരമണിക്കൂറോളം നിന്നിട്ടും ആ പെൺകുട്ടിയെ കാണാതെ വന്നപ്പോൾ ഒരു മനുഷ്യനെ കാഴ്ചയിൽ ഇട്ടുപിടിക്കാനായി ഞാൻ പുറത്തേക്ക് നോക്കി നിൽക്കാൻ ആരംഭിച്ചു. നോക്കി നിന്ന് കിട്ടിയത് സൈക്കിൾ ചവിട്ടിപ്പോകുന്ന ഒരു വൃദ്ധനെയാണ്. എനിക്ക് മേലാകെ വിറഞ്ഞു കയറി. ഞാൻ പതിയെ തിരിച്ചു കയറി. അന്ന് നടക്കാൻ പോയില്ല. നേമയോട് ഇത് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. പുറത്തെ മഴയ്ക്കൊപ്പം ഇടിയും ഉണ്ടായി. പ്രഭാതത്തിലെ ഇടിയോട് കൂടിയ മഴ മനസ്സിനെ വല്ലാതെ മൂടിക്കെട്ടുമെന്നാണ് എൻ്റെ അനുഭവം. ഞാൻ തീരെ സന്തോഷമില്ലാതെ ഫോൺ വെച്ചു. അന്നത്തെ ഓഫീസ് ദിവസവും അതുപോലെയായിരുന്നു. നിറവും മണവും ആകർഷകവും ഇല്ലാതെ. പിന്നീടുള്ള ഒരാഴ്ചയോളം ഞാൻ ആ പെൺകുട്ടിയെ കണ്ടില്ല. 109 വീടുകളുള്ള ആ കെട്ടിട സമുച്ചയത്തിലെ പല വീടുകളും അതിൻ്റെ ഉടമസ്ഥന്മാർ ആഴ്ച വാടകയ്ക്കോ മാസവാടകയ്ക്കോ പലർക്കും കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ അവിടെ എത്തിയ ആരെങ്കിലും ആയിരിക്കും അതെന്നും കാലത്തുള്ള നടപ്പിൽ ആ കുട്ടിയെ ആകർഷിക്കുന്ന വഴിയോ സഹയാത്രികരോ ഇല്ലാതെ ആ കുട്ടി നടപ്പ് ഉപേക്ഷിച്ചതായിരിക്കുമെന്നും നിയമ എന്നെ ആശ്വസിപ്പിച്ചു. വേണമെങ്കിൽ എനിക്ക് കെട്ടിട സൂക്ഷിപ്പുകാരനോടോ നടത്തിപ്പുകാരനോടോ അന്വേഷിച്ചറിയാം. അവിടെയും ഒരു പ്രത്യേകത ഞാൻ സൂക്ഷിക്കാറുണ്ട്. എനിക്ക് പ്രിയമുള്ളതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിക്കുകയേയില്ല. അറിയേണ്ടത് ആകസ്മികമായി മുന്നിലെത്തട്ടെ എന്നേ കരുതൂ. നേമയാണെങ്കിൽ ഇഷ്ടമുള്ള സംഗീതം ശേഖരിച്ച് കമ്പ്യൂട്ടറിലോ ഫോണിലോ സൂക്ഷിച്ചു വയ്ക്കുകയും ഇടയ്ക്കിടെ കേൾക്കുകയും ചെയ്യും. ഞാനാണെങ്കിൽ അത് അവിചാരിതമായി എവിടെ നിന്നെങ്കിലും കേൾക്കാനായി കാത്തിരിക്കും. പ്രിയപ്പെട്ടതിനായുള്ള ആ കാത്തിരിപ്പ് ചില കാര്യങ്ങളിൽ വർഷങ്ങളോളം നീണ്ടിട്ടുമുണ്ട്. എന്നാൽ
ഒരാഴ്ചയ്ക്ക് ശേഷം ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള നേമയുടെ അന്വേഷണങ്ങൾ പൂർണ്ണമായും ഇല്ലാതായതിനു ശേഷം പതിവുള്ള ആറേകാലിറക്കവും പുറത്തേക്കുള്ള കണ്ണയക്കലും കണി പിടിക്കലും ഞാൻ തിരിച്ചു പിടിച്ചതിനു ശേഷം മഴയുടെയും ഇടിയുടെയും അകമ്പടിയോടെ എത്തിയ ഒരു പുലർച്ചെ അവൾ എൻ്റെ പിന്നിൽ പ്രത്യക്ഷപ്പെടുകയും പ്രഭാതവന്ദനം അതേ നനുത്ത സ്വരത്തിൽ പറയുകയും ചെയ്തു. എനിക്കുണ്ടായ സന്തോഷത്തിൻ്റെ ജ്വാലയെപ്പറ്റി പറയുക വയ്യ. എന്നിട്ടും അവളുടെ മുഖത്തു നിന്നും എൻ്റെ മുഖത്ത് തട്ടി പ്രതിഫലിച്ച തിളക്കത്തോടെ നിന്നതല്ലാതെ ഞാൻ ഒന്നും ചോദിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന മഞ്ഞക്കുട നിവർത്തി അവൾ ഓടിപ്പോവുകയും ചെയ്തു. അന്ന് പകലിൽ അവളെ കണ്ടതിൻ്റെ പ്രത്യേകത കൊണ്ട് എന്ന് പറയാവുന്ന യാതൊരു വിശേഷവും എനിക്കുണ്ടായില്ല. അന്നു രാത്രി നേമയോട് അവളെ കണ്ട കാര്യം മനഃപൂർവ്വം ഞാൻ പറഞ്ഞതുമില്ല. പിറ്റേന്നു മുതൽ ഏറെക്കുറെ തുടർച്ചയെന്ന് പറയാവുന്ന പോലെ ഞങ്ങൾ തമ്മിൽ കണ്ടു. എൻ്റെ ദിവസങ്ങൾ ആഹ്ലാദത്തോടെയും അലമ്പില്ലാതെയും നീങ്ങി. കാഴ്ചയ്ക്ക് 20 22 പ്രായം തോന്നിക്കുന്ന ആ പെൺകുട്ടിയെപ്പറ്റി ഒരു പ്രഭാതത്തിനപ്പുറത്ത് കൂടുതൽ അറിയണമെന്നും ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ട് മതി നേമയോട് ഇനി അവളെ കണ്ടുമുട്ടിയ വിശേഷം പറയുന്നതെന്നും ഉള്ളിലോർത്തു. അത് മനസ്സിലാക്കിയതുപോലെയാണ് പിറ്റേന്നു രാവിലെ അവൾ എന്നോട് ചോദിച്ചത്. ഇന്നലെ ടെലിവിഷനിൽ താങ്കൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു ടോക്ക് ഷോയിൽ. ടോപ്പിക് റിലേഷൻഷിപ്പിനെ കുറിച്ചല്ലേ? ഒരല്പം വിസ്മയം എനിക്കുണ്ടാകാതെ ഇരുന്നില്ല. അത് പെൺകുട്ടി പൂർണ്ണമായും എൻ്റെ ഭാഷക്കാരിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അവളുടെ ചോദ്യത്തിന് അതെ എന്ന് എന്നിൽ നിന്നും മറുപടി കിട്ടിയപ്പോൾ അവൾ അടുത്ത ചോദ്യം ചോദിച്ചു. ബന്ധങ്ങളെക്കുറിച്ച് എനിക്കും സംസാരിക്കാൻ പറ്റുമോ അത്തരം ചാനൽ ഷോകളിൽ? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ നിഷ്കളങ്കമായ ചോദ്യം എന്നെ കുഴപ്പിച്ചു. സാമാന്യത്തിലധികം സൗന്ദര്യമുണ്ടെന്നും വിദ്യാഭ്യാസമുണ്ടെന്നും കുടുംബ പാരമ്പര്യമുണ്ടെന്നും തോന്നിപ്പിക്കുന്ന ഈ പെൺകുട്ടി എന്തിനാണ് ഈ നഗരത്തിനും കാലത്തിനും ചേരാത്ത വിധം പേലവ സ്വഭാവം കാണിക്കുന്നതെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ അമ്പരപ്പ്. സാമാന്യ മര്യാദ ദീക്ഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ചാനലിൽ നിന്നും നേരിട്ട് വിളിക്കുന്നതാണ് സംസാരിക്കാൻ. പെൺകുട്ടി കുറച്ചു നേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് മൃദുസ്വരത്തിൽ വീണ്ടും ചോദിച്ചു, എന്നോട് ക്ഷമിക്കണം, താങ്കൾ അറിയപ്പെടുന്ന ആരെങ്കിലുമാണോ? ഇത്തവണ എനിക്ക് ശരിക്കും ചിരി വന്നുപോയി. ഞാൻ നേമയോട് ഈ വിഷയം പറയുന്ന കാര്യം ഓർത്തു. അവളുടെ പ്രതികരണം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതായിരുന്നു. ഉചിതമായ സന്ദർഭം വന്നു ചേർന്നതിൻ്റെ ആഹ്ലാദത്തിൽ ഞാൻ ചോദിച്ചു, തൻ്റെ പേരെന്താണ്? വിഭാവരി. മഴക്കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൗമാരം കടന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും അതിലും മനോഹരമായ ഒരു പേര് കേൾക്കാനില്ലെന്ന് എനിക്ക് തോന്നി. എൻ്റെ കവിളുകളിലും ചുണ്ടിലും ഉന്മേഷം വന്ന് താളമിടാൻ തുടങ്ങി. ഞാൻ ലഘുവാകുന്നത് പോലെ തോന്നി. ഞാൻ ജനിച്ചത് ഇവിടെയാണെങ്കിലും വളർന്നത് പുറത്താണ്. ഇപ്പോൾ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നതാണ്. താങ്കൾ ആരാണെന്ന് അതാണ് എനിക്കറിയില്ലാത്തത്. അവളുടെ സ്വരത്തിൽ മാന്യമായ ക്ഷമാപണം. അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, എന്നാൽ നാട്ടുകാർക്ക് അപരിചിതനുമല്ല. ഒരു പത്രം ഓഫീസിലെ ജോലിക്കാരനാണ്. പിന്നെ കുറച്ചൊക്കെ സാഹിത്യം എഴുതുകയും ചെയ്യും. ഓ, അതാണ്. ബുക്സ് ഞാൻ തീരെ വായിക്കാറില്ല. സത്യത്തിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളാണോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ഇതിപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത റിപ്ലൈ ആയി. ഞാൻ ചിരിച്ചു. വിഭാവരിയും. അവൾ മഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായിക്കൊണ്ട് എന്നോട് ചോദിച്ചു, വരുന്നോ? ഓടാനല്ലേ? അതെ, എനിക്ക് നടക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഓടാനും. അപ്പോൾ പിന്നെ രക്ഷയില്ല. വിഭാവരി അതും പറഞ്ഞു ഓടി. ഞാൻ സന്തോഷത്തോടെ ഇറങ്ങി നടന്നു. അടുത്തിടെ നഗരത്തിലേക്ക് എത്തിയ വിവരസാങ്കേതിക വിദ്യാകേന്ദ്രത്തിലാണ് വിഭാവരിയുടെ ജോലി. അവൾക്കൊപ്പം മുറിയിൽ 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും താമസിക്കുന്നുണ്ട്. അതിനിടയിൽ പുറത്തുള്ള മാതാപിതാക്കന്മാരെ കാണാൻ 2 തവണ വിഭാവരി പോയി വരികയും ചെയ്തു. പ്രസരിപ്പോടെയും സ്നേഹത്തോടെയും മാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള വിഭാവരിയെ വല്ലാതെ മൂടിക്കെട്ടിയും ചിലപ്പോഴൊക്കെ കാണാനിടയായി. ഗ്രീഷ്മ ആരംഭത്തിലായിരുന്നു മൂടിക്കെട്ടിയ ആദ്യത്തെ കൂടിക്കാഴ്ച. പതിവ് പോലെ ഇറങ്ങി വന്ന വിഭാവരി എനിക്ക് വന്ദനം തന്നത് ഉന്മേഷമുള്ള സ്വരത്തിലായിരുന്നില്ല. എന്തു പറ്റി? താങ്കൾ വാസ്തവത്തിൽ എന്നെ മാത്രം പ്രതീക്ഷിച്ചാണോ എന്നും ഇവിടെ നിൽക്കുന്നത്? നമ്മൾ ആദ്യം കാണുമ്പോഴും താങ്കൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നറിയാം. എങ്കിലും ഒരു സംശയം. ഞാനൊന്ന് കുഴങ്ങി. എങ്കിലും നേര് തന്നെ പറഞ്ഞു. അത് കേട്ട് വിഭാവരിയുടെ മുഖം മങ്ങി.
കൂടുതലൊന്നും പറയാതെ അവൾ ഗ്രീഷ്മത്തിലെ പൂക്കൾക്കിടയിലൂടെ ഓടിപ്പോയി. അന്ന് മൂടിക്കെട്ടിയത് ശരിക്കും ഞാനാണ്. പകൽ 2 തവണ ഞാൻ നേമയെ വിളിക്കുകയും ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അവൾ എന്നെ ആശ്വസിപ്പിച്ചെങ്കിലും അതിലൊന്നും അലിയുന്നതായിരുന്നില്ല എൻ്റെ ആകുലതയും വിഷാദവും. പിറ്റേന്നു രാവിലെ വിഭാവരി തലേന്നത്തെ വാട്ടമില്ലാതെയാണ് എത്തിയത്. അവൾ വരില്ലെന്നു പ്രതീക്ഷിച്ചു നിന്നിരുന്ന എന്നെ അത് സമാധാനിപ്പിച്ചെങ്കിലും മനസ്സിൽ പറ്റിയ കറ ബാക്കിയാകാതിരിക്കാൻ ഞാൻ വിശദീകരിച്ചു. എനിക്ക് പോസിറ്റീവ് ചാർജുള്ള ഒരു മുഖം കാണണമെന്നേയുള്ളൂ. അത് വിഭാവരി തന്നെ ആകണമെന്നില്ല. എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമ്മുടെ സൗഹൃദം ഇതിൻ്റെ പേരിൽ തുലക്കേണ്ട. ആര് പറഞ്ഞു എനിക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന്? ആരും പറയണ്ടല്ലോ, എനിക്ക് മനസ്സിലാവും. ഊഹിക്കുന്നത് ശരിയാണെങ്കിൽ വിഭാവരിയേക്കാൾ എനിക്ക് 10 വയസ്സധികമുണ്ട്. അത് ശരിയായിരിക്കാം, പക്ഷെ ഞാൻ പോസിറ്റീവ് അല്ല, ഒന്നിലും ഒരു കാര്യത്തിലും. അതിൻ്റെ വിശദാംശങ്ങൾ അവൾ എന്നോട് പങ്കുവച്ചില്ല. പിറ്റേന്നായപ്പോഴേക്കും തുടച്ചെടുത്തതുപോലെ ആ സംസാരത്തിൻ്റെ കണികകൾ അവളിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നതിനാൽ എനിക്ക് ഒന്നും ചോദിക്കാനുമായില്ല. എന്തായാലും വിഭാവരി എന്ന പെൺകുട്ടിയുടെ രഹസ്യങ്ങളും അവളുടെ സന്ദേഹങ്ങളും ചുരണ്ടിയെടുക്കാൻ എനിക്ക് 6 മാസം കൂടി മതി. അപ്പോഴേക്കും നേമയ്ക്ക് മടങ്ങി വരാൻ കഴിയും. അവൾ വന്നിട്ട് വേണം വിഭാവരിയെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കാനും അവളോട് കുറച്ചുകൂടി വിശേഷങ്ങൾ ചോദിച്ചറിയാനും. വീണ്ടും ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം ഇറങ്ങി വരുമ്പോൾ വെറും നിലത്ത് ചെരുപ്പിടാതെ കാലുകൾ പിണച്ച് അതിലേക്ക് മുഖവും സമർപ്പിച്ച് ഇരിക്കുന്ന വിഭാവരിയെയാണ് ഞാൻ കണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ചീകിക്കെട്ടാത്ത മുടിയും മാറാത്ത ചെറിയ ഉറക്കുവേഷവും അവളെ സ്വയം പരിചയപ്പെടുത്തിയത് മോശം മാനസിക നിലവാരമുള്ള ഒരാളായിട്ടാണ്. കുറച്ചുകൂടി മുന്നേയുള്ള പ്രായത്തിൽ എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ വിളിച്ചുണർത്തിയതിന് അമ്മയോടോ അച്ഛനോടോ പിണങ്ങിയിട്ട് അവൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയായിരിക്കാമെന്ന് ഞാൻ ആലോചിച്ചു പോയി. മര്യാദയോടെ വന്ദനം പറയാൻ പോലും പറ്റാതെ ആകുലതയോടെ ഞാൻ ഉറക്കെ ചോദിച്ചു, ഇങ്ങനെ വന്നിരിക്കുന്നത് അത്ര നല്ല വിചാരങ്ങൾ മനസ്സിലിട്ടുകൊണ്ടല്ലോ? ഒരു എഴുത്തുകാരനായതുകൊണ്ടാണ് ഔചിത്യം ദീക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ ചോദിക്കാൻ സാധിച്ചതെന്ന് ഞാൻ എന്നെ വിലയിരുത്തി. അത് അതിനുള്ള സന്ദർഭം ആയിരുന്നില്ലെങ്കിലും അവൾ മുഖം തിരിച്ചതുപോലുമില്ല. എൻ്റെ ശബ്ദം പരിചിതമായതിനാൽ ചോദിച്ചത് ഞാനാണെന്ന് ഊഹിക്കാൻ അവൾക്ക് പ്രയാസമുണ്ടായി കാണില്ല. വിഭാവരിയുടെ പിന്നിലേക്ക് ഞാനിരുന്നു. അവളുടെ ശിരസിന് ചുറ്റിനുമായി വീണുകിടക്കുന്ന ഉറക്കക്കിടക്കയുടെ മണമുള്ള നേർത്ത മുടി മെല്ലെ ഒതുക്കി വെച്ചിട്ട് പതിയെ ചോദിച്ചു, മോളെ, എന്താണ് നിനക്ക്? അവൾ അതിനും ഉത്തരം പറയുകയോ ശരീരം ചലിപ്പിക്കുകയോ ചെയ്തില്ല. അതേ ഇരിപ്പ്. നേരം 6:15 മണി. പുറത്ത് പ്രകാശം പരന്നു തുടങ്ങി. ഞാനും മെല്ലെ അവൾക്കടുത്തിരുന്നു. അപൂർവങ്ങളായ സങ്കടത്തിൻ്റെയും രോഷത്തിൻ്റെയും ഉച്ചാവസ്ഥയിൽ കട്ടിലിന് അടിയിൽ കയറിയിരുന്ന് കരയുന്ന ഒരു ശീലം നേമയ്ക്കുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നേമയെ മെരുക്കിയിട്ടുള്ള പരിചയവും എനിക്കുണ്ട്. വിഭാവരിയുടെ തോളിലും മുടിയിലും ഞാൻ മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു. ഒന്നും കൂടുതലായി അവളോട് ചോദിക്കാൻ മെനക്കെട്ടില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ എന്നെ നോക്കി. ഒരൽപ്പം പോലും നനവില്ലാത്ത വരണ്ട കണ്ണുകൾ, വല്ലാത്ത ഉറക്കച്ചടവ് അതിൽ മങ്ങലിട്ടിട്ടുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇനി ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ എന്നെ അറിയിക്കണം. കുറച്ച് ഷാർപ്പ് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തു തരാം. അത് പറയണം. ചിരിയാണോ ആശ്വാസമാണോ ദേഷ്യമാണോ എനിക്ക് വന്നതെന്നറിയില്ല. ഞാൻ ശാസനയോടെ പറഞ്ഞു. എഴുന്നേൽക്ക്, നീ ഓടാനൊന്നും പോകണ്ട. പോയി കുറച്ചു നേരം കിടക്ക്, എന്നിട്ട് കുളിച്ച് ഓഫീസിൽ പോകൂ. അവൾ എന്നെ നോക്കി മന്ദഹസിച്ചു. ലോകത്തിൽ കണ്ടതിൽ വച്ച് ഏറ്റവും വേദന നിറഞ്ഞ മന്ദഹാസമായിരുന്നു എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ വിഭാവരിയുടെ ആ ചിരിയെ പറ്റിയാവും ഞാൻ പറയുക. അവൾ എഴുന്നേറ്റ് പോകുന്നത് നോക്കിയിരുന്നിട്ട് ഞാൻ ആലോചിച്ചത് നേമ എത്രയും വേഗം വന്നെങ്കിൽ എന്നായിരുന്നു. വെറും 4 മാസം മതിയായിരുന്നു അതിന്. എന്നിട്ട് വേണം വിഭാവരിയുടെ മനസ്സിൽ പിങ്ങുന്നതെന്തോ അത് കണ്ടുപിടിക്കാൻ. അതിനെനിക്ക് അവളുടെ ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീയുടെ സഹായം തീർച്ചയായും ആവശ്യമായിരുന്നു. പിറ്റേന്ന് കുറച്ച് ശാസിക്കാനും ഉപദേശിക്കാനുമുള്ള തയ്യാറെടുപ്പോടെയാണ് ഞാൻ വിഭാവരിയെ നേരിടാൻ കാത്തുനിന്നത്. എന്നാൽ എന്നെ ലഭ്യനാക്കിക്കൊണ്ട് പ്രസന്നവദനയായി അവൾ ഇറങ്ങി വരികയും പ്രഭാതവന്ദനം നേർന്ന് ഓടാൻ പോവുകയും ചെയ്തു. അന്നുമുണ്ട് ഇന്നു കാലത്ത് 6:15 വരെ അവളുടെ മുഖത്ത് നിന്ന് ആ പ്രസരിപ്പ് നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ എന്തിനാണ് ഇന്ന് 3 മണിക്കൂറിനും 5 മണിക്കൂറിനും ഇടയിലായി ആരുമില്ലാത്ത പകൽ നേരത്ത് ആ ഫ്ലാറ്റിൽ വെച്ച് അവൾ ജീവൻ അവസാനിപ്പിച്ചത്? എന്തായിരുന്നു അവളുടെ ഭൂതകാലവും വർത്തമാനവും? എന്തായിരുന്നു അവളുടെ സന്ദേഹങ്ങളും സംശയങ്ങളും? എന്തു സംഗതി മറയ്ക്കാനായിരുന്നു അവളുടെ പ്രസരിപ്പ്? അല്ലെങ്കിൽ അവളുടെ പ്രസരിപ്പിനെ മറച്ചു കളയാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് എന്താണ്? പ്രേതപരിശോധന നടത്തിയ SIയും സംഘവും അതെല്ലാം മണിക്കൂറുകൾക്കകം കണ്ടുപിടിക്കും. ഏറിയാൽ പ്രേതം തുറന്നുള്ള പരിശോധനാ ഫലം വരും വരെ കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. പക്ഷേ ഞാൻ അതെന്തായാലും അന്വേഷിച്ചറിയാൻ പോകുന്നില്ല. നാളെ കാലത്തും 6:15 ഞാൻ ഇറങ്ങി നിൽക്കും. പിന്നിൽ നിന്നും നനുത്ത സ്വരത്തിൽ വന്ദനം കേൾക്കുന്നില്ല എന്നുറപ്പാവുമ്പോൾ ആരെ വേണമെങ്കിലും കണിയായി കാണാൻ വിരോധമില്ലെന്നുറച്ച് നടക്കാനിറങ്ങും. അതും എത്ര നാൾ തുടരുമെന്നറിയില്ല. നേമ വരുന്നതുവരെ എന്തായാലും ഇതൊരു മനസ്സിലെ കല്ലിപ്പാണ്. 4 മാസത്തേക്ക് വിഭാവരിക്ക് ക്ഷമിക്കാമായിരുന്നു. അല്ലെങ്കിൽ നേമയ്ക്ക് മടങ്ങി വരാൻ അനുമതി നൽകുന്നവർക്ക് അത് 4 മാസം നേരത്തെ ആക്കാമായിരുന്നു. ഈ തീരുമാനങ്ങൾക്കിടയിലായി പോയി ആ പെൺകുട്ടിയുടെ ജീവിതാവസാനം. എനിക്ക് ആരോടൊക്കെയോ നിസ്സഹായമായ രോഷം തോന്നി. ഞാൻ താഴേക്ക് നോക്കി. 5 നിലകൾക്കു താഴെ ശവമഞ്ചം അത്യാഹിത രക്ഷാവാഹനത്തിലേക്ക് കയറ്റുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രം അതിനെ അനുഗമിക്കുന്നു. ആകെ മൂടിയിട്ടുള്ളതിനാൽ എനിക്ക് വിഭാവരിയുടെ മുഖം വീണ്ടും കാണാൻ സാധിച്ചില്ല.